ഇനി പുണ്യഭൂമിയായ മണ്ണാറശാലയിലേക്കാണ് നാഗഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യം എഴുന്നള്ളത്ത് ഇന്ന് നടക്കും. മണ്ണാറശാലയമ്മ സാവിത്രി അന്തർജനം നാഗരാജാവിന്റെ തിടമ്പും ഭണവുമായി ക്ഷേത്രത്തിൽ നിന്നും ഇല്ലത്തേക്ക് എഴുന്നള്ളുമ്പോൾ ചെറിയമ്മ ഈ സർപ്പയക്ഷിയുടെ തിടമ്പുമായി അകമ്പടി സേവിക്കും. തുടർന്ന് ഇല്ലത്തെ നിലവറയ്ക്ക് മുന്നിലെ തളത്തിൽ ഈ ആയില്യ പൂജ നടക്കും. പുലർച്ചെ അഭിഷേകങ്ങൾക്ക് ശേഷം ക്ഷേത്ര കാരണവർ MK പരമേശ്വരൻ നമ്പൂതിരി ആയില്യം നാളിലെ പൂജകൾ ആരംഭിച്ചു. ഭക്തസഹസ്രങ്ങളുടെ നാവിൽ നിന്നുതിരുന്ന നാഗരാജസ്തുതികളാൽ മുഖരിതമാണ് മണ്ണാർശാല ക്ഷേത്രവും പരിസരവും. പുലർച്ചെ മുതൽ ക്ഷേത്രത്തിലേക്ക് ഭക്തർ ഒഴുകിയെത്തുന്നുണ്ട്. രാവിലെ 9 മുതൽ ഇല്ലത്ത് നിലവറയ്ക്ക് സമീപം വലിയമ്മ സാവിത്രി അന്തർജനം ഭക്തജനങ്ങൾക്ക് ദർശനം നൽകും. ഉച്ചപൂജയ്ക്ക് ശേഷം കുടുംബകാരണവരുടെ നേതൃത്വത്തിൽ നിലവറയോട് ചേർന്നുള്ള തളത്തിൽ ശംഖ്, കുരവ എന്നിവയുടെ അകമ്പടിയോടെ ആയില്യം പൂജയ്ക്കുള്ള നാഗപത്മക്കളം വരയ്ക്കും. കളം പൂർത്തിയാകുന്നതോടെ വലിയമ്മ തീർത്ഥക്കുളത്തിൽ കുളിച്ച് ക്ഷേത്രത്തിലെത്തി ചടങ്ങുകൾക്ക് ശേഷം ആയില്യം എഴുന്നള്ളത്ത് ആരംഭിക്കും. വലിയമ്മ സാവിത്രി അന്തർജനം നാഗരാജാവിന്റെ നാഗഫണവും തിടമ്പുമായി ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ തൊട്ടുപിന്നിലായി ചെറിയമ്മ സർപ്പേക്ഷിയമ്മയെയും കാരണവന്മാർ നാഗചാമുണ്ടിയുടെയും നാഗേഷിയമ്മയുടെയും തിടമ്പുമായും ഇല്ലത്തേക്ക് എഴുന്നള്ളും. അകമ്പടിയായി വാദ്യമേളവും ആലവട്ടവും വെഞ്ചാമരവും മുത്തുക്കുടയും ഉണ്ടാകും. എഴുന്നള്ളത്ത് ഇല്ലത്തെത്തുന്നതോടെ വലിയമ്മയുടെ നേതൃത്വത്തിൽ ആയില്യം പൂജ ആരംഭിക്കും. നൂറും പാലും ഗുരുതിയും ഉൾപ്പെടെയുള്ള ആയില്യം പൂജകൾ നടക്കും. ആയില്യം പൂജകൾക്കു ശേഷം വലിയമ്മയുടെ അനുമതി വാങ്ങി കുടുംബകാരണവർ നടത്തുന്ന തട്ടിന്മേൽ നൂറും പാലും പ്രധാനമാണ്. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നാഗദൈവങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് മണ്ണാറശാലയിൽ എന്തൊക്കെ വിശുദ്ധ ചടങ്ങുകൾക്കാണ് സാക്ഷ്യം വഹിക്കുക? അശ്വതി, 3 ദിവസമായി നടക്കുന്ന ആയില്യ മഹോത്സവം മണ്ണാർശാല നാഗരാജ ക്ഷേത്രത്തിൽ ഇന്ന് പുരോഗമിക്കുകയാണ്. അതിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനമായ ചടങ്ങ് എന്ന് പറയുന്നത് ആയില്യം എഴുന്നള്ളത്ത് തന്നെയാണ്. തുടർന്ന് ഇല്ലത്ത് ആയില്യം പൂജയും അതിനുശേഷം തട്ടുംപുറത്ത് കാരണവരുടെ നേതൃത്വത്തിലുള്ള നൂറും പാലും നടക്കും. ഇതെല്ലാം തന്നെ മണ്ണാറശാല ആയില്യത്തിന്, അത് തുലാമാസത്തിലെ ആയില്യത്തിനും അതോടൊപ്പം തന്നെ ചെറു ആയില്യം എന്ന് കണക്കാക്കുന്ന കന്നിമാസത്തിലെ ആയില്യത്തിനും മാത്രം നടക്കുന്ന ചടങ്ങുകളാണ്. ഇതിന് കണ്ടു തൊഴുന്നതിന് വേണ്ടി വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. കുണ്ടകം, പൂയം, ആയില്യം ദിവസങ്ങളിലായാണ് മണ്ണാർശാല ആയില്യം മഹോത്സവം നടക്കുന്നത്. പുണർദം ദിവസത്തെ മഹാദീപക്കാഴ്ചയോടെയാണ് ഈ മഹോത്സവത്തിന് തുടക്കമാകുന്നത്. അതിനുശേഷം പൂയം തൊഴൽ ഇന്നലെ നടന്നത്. ഇന്നലെ എല്ലാ തിരുവാഭരണങ്ങൾ ചാർത്തി ചതുശ്ശത നിവേദ്യത്തോടുകൂടി ഉള്ള ഉച്ചപൂജ, അത് മണ്ണാർശാല വലിയമ്മ സാവിത്രി അന്തർജനം തന്നെയാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അത്തരത്തിൽ ഉള്ള ഉച്ചപൂജയും അതിനുശേഷമുള്ള വൈകിട്ടുള്ള പൂയം തൊഴലും വളരെ പ്രധാനമായിരുന്നു. അതിനുമെല്ലാം തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ഇന്ന് ഇപ്പോൾ മണ്ണാർശാല ആയില്യം നാളിൽ രാവിലെ തന്നെ ക്ഷേത്രകാരണവർ പരമേശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് പുലർച്ചെയുള്ള വഴിപാടുകൾ ആരംഭിച്ചത്. അതിനുശേഷം ആണ് ഇന്ന് ഉച്ചപൂജ ഉണ്ട്. അത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇല്ലത്ത് കളം വരയ്ക്കും. ആ കളം വരച്ച് അവിടെയാണ് ആയില്യം പൂജ നടക്കുന്നത്. അതിന് മുന്നോടിയായി അമ്മ അതിനുശേഷം ഈ കളം വരച്ച് പൂർത്തിയായി കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് എത്തും. ക്ഷേത്രത്തിൽ എത്തുന്നതിന് മുമ്പ് അമ്മ ക്ഷേത്രക്കുളത്തിൽ നീരാടിയ ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ക്ഷേത്രത്തിലെത്തി അകത്ത് ചില ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾ പൂർത്തിയാക്കിയാൽ ആയില്യം എഴുന്നള്ളത്ത് ആരംഭിക്കുകയായി. അതിൻ്റെ സമയം 12:30 പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും അത് ഒരുപക്ഷെ ഉച്ചയ്ക്ക് 2:30 വരെ ആകാൻ സാധ്യതയുണ്ട്. കാരണം ഈ ചടങ്ങുകൾ ഓരോന്നായി പൂർത്തിയാക്കേണ്ടതുണ്ട്. അങ്ങനെ ചടങ്ങുകൾ പൂർത്തിയാക്കി അത് കഴിഞ്ഞാൽ എഴുന്നള്ളത്തിന് നാഗരാജാവിൻ്റെ തിടമ്പും അമ്മ ആദ്യമേ വെളിയിലേക്ക് ഇറങ്ങും. അതിന് തൊട്ട് പിന്നിലായി ഇളയമ്മ അടക്കമുള്ളവർ വരും. അതിനോടൊപ്പം തന്നെ കാരണവർമാരും ഉണ്ടാവും. സർപ്പേക്ഷി അമ്മയുടെ തിടമ്പാവും ഇളയമ്മ വഹിക്കുക. അതിന് തൊട്ട് പിന്നാലെ കാരണവന്മാർ മണിനാഗത്തിൻ്റെയും മറ്റും തിടമ്പുമായി ഇതിനെ അനുഗമിക്കും. വാദ്യമേളങ്ങളോടെ ഇത് ഇല്ലത്ത് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആയില്യം പൂജ ആരംഭിക്കും. ആ ആയില്യം പൂജ പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഈ മണ്ണാർശാല വലിയമ്മയുടെ അനുമതിയോടുകൂടി ആണ് തട്ടുംപുറത്ത് നൂറും പാലും നടക്കുന്നത്. അത് ക്ഷേത്ര കാരണവരാണ് അതിന് കാർമ്മികത്വം വഹിക്കുന്നത്. ആ രീതിയിലാണ് ഇന്നത്തെ ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം അമ്മ മണ്ണാർശാല
നാഗരാജ ക്ഷേത്രത്തിൽ നാഗരാജാവിനെയും നാഗേശ്വരിയെയും ദർശിക്കുന്നതോടെ ഈ വർഷത്തെ ആയില്യം മഹോത്സവത്തിന് പൂർത്തിയാകും. ഇന്ന് ഇവിടെ എത്തുന്ന ഭക്തർക്ക് വേണ്ടി പ്രത്യേക KSRTC സർവീസുകളുണ്ട്, സ്വകാര്യ ബസ്സുകളുടെ പ്രത്യേക സർവീസുണ്ട്. അതിന് പുറമെ ഇവിടെ വേണ്ട സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാരായാലും മറ്റു ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലൊക്കെയുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് മണ്ണാർശാല ആയില്യത്തിനെത്തുന്ന ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങളെല്ലാം നേരത്തെ കണ്ടു തന്നെ പൂർത്തിയാക്കിയിരുന്നു. എന്തു തന്നെയായാലും നമുക്കറിയാം, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു നാഗരാജ ക്ഷേത്രം, അതിലുപരി സ്ത്രീകൾ പൂജാരിണിയാവുന്ന അപൂർവ ക്ഷേത്രം എന്ന ഒരു പ്രത്യേകത കൂടി മണ്ണാർശാല നാഗരാജ ക്ഷേത്രത്തിനുണ്ട്. ആ രീതിയിലെല്ലാം വലിയ പ്രത്യേകതകളുണ്ട്. പൂർണ്ണമായും ഈ ക്ഷേത്രം ചുറ്റും വനത്തിന് തുല്യമായ കാവുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ആ രീതിയിൽ എല്ലാം തന്നെ എല്ലാ പൈതൃകങ്ങളും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെയൊക്കെ നാനാഭാഗത്തു നിന്നുള്ള ഭക്തർ പുലർച്ചെ മുതൽ തന്നെ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പ്രദേശത്ത് എത്തി പുലർച്ചെ തന്നെ നാഗരാജാവിനെയും നാഗേശ്വരിയമ്മയും അനുഗ്രഹം തേടുന്ന ആ വലിയ ഭക്തരുടെ കൂട്ടം തന്നെയാണ് നമുക്കിവിടെ കാണാനാവുന്നത്. ഇത് ഉച്ചയോടുകൂടി നമുക്ക് വിവരിക്കാനാകാത്തവണ്ണമുള്ള വലിയ തിരക്കിലേക്ക് കടക്കും. ആ രീതിയിലാണ് മണ്ണാർശാല ആയില്യത്തിന് ഭക്തർ എത്തിച്ചേരുന്നതും. അശ്വതി, സുധീഷ് ആദ്യമായാണോ ഈ ആയില്യം എഴുന്നള്ളത്തിന് സാക്ഷിയാകുന്നത്? എന്താണ് അനുഭവം സുധീഷ്? അശ്വതി, ഞാൻ ഏതാണ്ട് 10-15 വർഷമായി മണ്ണാർശാല ക്ഷേത്രത്തിൽ ആയില്യം തൊഴാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ തന്നെ ഈ ആലപ്പുഴ ജില്ലയിൽ ജോലി ചെയ്യുമ്പോഴൊക്കെയും മണ്ണാർശാല ആയില്യം എഴുന്നള്ളത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തുന്നുണ്ട്. അതിലുപരിയായി എൻ്റെ വീടിനും സമീപത്ത് തന്നെയുള്ള ഒരു ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിശ്വാസം കൊണ്ടും അതോടൊപ്പം തന്നെ ആ കുട്ടിക്കാലം മുതൽ ദർശനം നടത്തുന്നതും അങ്ങനെ നമുക്ക് വളരെ സുപരിചിതമായ ഒരു ക്ഷേത്രമാണ് മണ്ണാർശാല നാഗരാജ ക്ഷേത്രം. ഇവിടുത്തെ അനുഭവം, ഇവിടുത്തെ പ്രത്യേക വഴിപാടുകൾ എല്ലാം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ആരോഗ്യം വീണ്ടെടുക്കാൻ, ഇല്ലെങ്കിൽ രോഗം ശമിക്കുന്നതിന് വേണ്ടി മണ്ണാർശാല നാഗരാജാവിനെയും നാഗേശ്വരിയമ്മയെയും ദർശിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ വഴിപാടുകളുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു സന്താന ഭാഗ്യത്തിന് വേണ്ടിയുള്ള ഉരുളികമ്മത്തൽ അടക്കമുള്ള വഴിപാടുകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. നല്ല ദാമ്പത്യ ജീവിതത്തിന് വേണ്ടിയുള്ള വഴിപാടുകളുണ്ട്. അതുപോലെ തന്നെ സർപ്പദോഷം, കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള സർപ്പദോഷങ്ങൾ അകലുന്നതിനുള്ള വഴിപാടുകളുണ്ട്. അത് എല്ലാം തന്നെ വളരെ വിശ്വാസത്തോട് തന്നെയാണ് ഭക്തർ അതിനെ ഏറ്റെടുക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നമ്മൾ വാർത്ത നൽകുമ്പോൾ നമ്മളോട് പ്രതികരിച്ചവർ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് എത്തിയവരായിരുന്നു. അവരൊക്കെ തന്നെ മുടങ്ങാതെ ഓരോ വർഷവും ഇവിടേക്ക് എത്തിച്ചേരുന്നു. അവരുടെ ആ ഒരു വിശ്വാസം അത് അനുഭവത്തിൽ നിന്ന് കൂടിയുള്ളതാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ചടങ്ങുകൾക്കും എല്ലാം തന്നെ ആ ഒരു പവിത്രതയുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പല ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള വഴിപാടുകളും പൂജകളും ഒക്കെ പ്രഹസനമാവുമ്പോൾ ഇവിടെ അതെല്ലാം ആചാരപ്രകാരം തന്നെ നടത്തുന്നു എന്നത് തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. ശുദ്ധവൃത്തിയോടെ അല്ലാതെ ഇവിടേക്ക് കടക്കാൻ ഓരോ ഭക്തരും ഭയക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൂജാരികളായിട്ടുള്ളവരും എല്ലാം തന്നെ ആ ഒരു പവിത്രത കാത്തു സൂക്ഷിച്ചു പോകുന്നു എന്നത് തന്നെയാണ് മറ്റ് പല ക്ഷേത്രങ്ങളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. എന്തു തന്നെയായാലും മണ്ണാർശാല ആയില്യം എഴുന്നള്ളത്ത് അതൊന്ന് കണ്ടു തൊഴുക എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമായി കണ്ടെത്തുന്ന ഭക്തരാണ് പലരും. ജീവിതത്തിൽ അത് ഓരോ വർഷവും അത് ആവർത്തിക്കാനും അവർ കൊതിക്കുന്നു. അത്തരത്തിൽ എത്തിച്ചേരുന്ന ഈ ഭക്തരുടെ തിരക്ക് തന്നെയാണ് നമുക്ക് കാണാനാവുന്നത്. ക്ഷേത്ര വളപ്പിന് പുറത്തുനിന്ന് തന്നെ ക്യൂ ഇവിടേക്ക് നീളുന്ന കാഴ്ച നമുക്ക് കാണാനാകും. അങ്ങനെ ഭക്തർ പുലർച്ചെ മുതൽ തന്നെ എത്തിച്ചേർന്നു. ഉച്ചയോടുകൂടിയേ ആയില്യം എഴുന്നള്ളത്ത് നടക്കും. അതുവരെയും ഇവിടെ തന്നെ ഈ ചുറ്റുവട്ടത്ത് തന്നെ കാത്തു നിന്നുകൊണ്ട് ആയില്യം എഴുന്നള്ളത്ത് കൂടി ഒന്ന് ദർശിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷ്യം. അതോടൊപ്പം തന്നെ രാവിലെ 9 മണി മുതൽ മണ്ണാർശാല അമ്മ ഭക്തർക്ക് ദർശനം നൽകുന്നുണ്ട്. അമ്മയുടെ ആ ഒരു ദർശനം നേടാനും ഉള്ള ഒരു ശ്രമം, അമ്മയുടെ സ്ഥാനത്ത് നിന്ന് തന്നെയാണ് ഇവിടുത്തെ അനന്തഭഗവാൻ ഇല്ലെങ്കിൽ അത്തരത്തിൽ നാഗരാജാവിനെ പൂജിക്കുന്നത് എന്നതും ഒരു പ്രത്യേകതയാണ്. ആ രീതിയിൽ വളരെ നമുക്ക് വിശ്വസനീയമായതും എന്നാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതുമായ ഐതിഹ്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് മണ്ണാർശാല ക്ഷേത്രം. ആ ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ ഭക്തരുടെ വലിയ ഒഴുക്ക് നാഗരാജ പ്രീതിക്കായി ഇല്ലെങ്കിൽ സർപ്പപ്രീതിക്കായി കാണാൻ കഴിയുന്നത്. അശ്വതി.